നമസ്കാരം. സത്യം അത് നമ്മൾ എത്ര മൂടി വച്ചാലും ഒരു നാൾ മറനീക്കി പുറത്തു വരും. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വൈഷ്ണ സുരേഷ് കോടതിയോട് നന്ദി പറഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ തുടർന്ന് വോട്ടവകാശം തിരികെ ലഭിക്കുകയും മത്സരരംഗത്ത് തുടരാൻ അനുമതി ലഭിക്കുകയും ചെയ്തതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സത്യം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. നീതി ലഭിച്ചതിൽ കോടതിയോട് നന്ദിയുമുണ്ട്. വൈഷ്ണ സുരേഷ് മാധ്യമങ്ങളോടായി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഈ വിജയത്തെ ജനാധിപത്യത്തിന്റെ വിജയം എന്നും വിശേഷിപ്പിച്ചു. ഇതോടെ വൈഷ്ണ സുരേഷിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുട്ടട വാർഡിൽ പത്രിക നൽകി മത്സരിക്കാൻ അവസരവും ഒരുങ്ങിയിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത നടപടി ചോദ്യം ചെയ്താണ് 24 വയസ്സുള്ള വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് അറിഞ്ഞത് എന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഒഴിവാക്കിയത് എന്നും വൈഷ്ണ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജില്ലാ കളക്ടർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വൈഷ്ണയെയും പരാതിക്കാരനെയും വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ മാസം 20-നകം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ തീരുമാനമെടുത്ത് അറിയിക്കുവാനും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. കോടതിയുടെ ഈ കർശന നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും.